ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ്, നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മലപ്പുറം ജില്ലാ വാർഷിക സമ്മേളനം ഈ മാസം 7-8 തീയതികളിൽ നിലമ്പൂർ ചന്തക്കുന്ന് ഗവൺമെന്റ് മോഡൽ LP സ്കൂളിൽ നടക്കും. ആര്യാടൻ ഷൗക്കത്ത് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ 63ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം 2026 ഫെബ്രുവരി 7-8 ശനി ഞായർ തീയതികളിലായിട്ട് നിലമ്പൂർ ചന്തക്കുന്ന് ഗവൺമെൻറ് മോഡൽ LP സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ഈ സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കുകയാണ്. ആ സമ്മേളനത്തിനാവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായിട്ട് അറിയിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് ഡിസംബർ 30-ന് ഇതിൻ്റെ ഒരു വിപുലമായിട്ടുള്ള സ്വാഗത സംഘം രൂപീകരിക്കുകയും അതിനെ തുടർന്ന് നിരവധി പ്രവർത്തനങ്ങൾ ഈ നിലമ്പൂർ മേഖലയിലാകെ നടത്തിയിട്ടാണ് ഈ സമ്മേളനത്തിലേക്ക് കടക്കുന്നത്. ഈ സ്വാഗത സംഘത്തിൻ്റെ ചെയർപേഴ്സൺ ബഹുമാന്യയായിട്ടുള്ള ശ്രീമതി പത്മിനി ഗോപിനാഥാണ്. നിലമ്പൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ കൂടിയാണ് അവർ. അതിൻ്റെ ജനറൽ കൺവീനർ ശ്രീ K അരുൺകുമാർ, അതുപോലെ തന്നെ മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ എല്ലാവരും ഉൾപ്പെടെ ഒരു 101 അംഗ സ്വാഗത സംഘമാണ് അന്ന് രൂപീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്വീകരണത്തിനും പ്രോഗ്രാമിനും ഭക്ഷണത്തിനും താമസത്തിനും പ്രചരണത്തിനുമൊക്കെയായി നിരവധി കമ്മിറ്റികളും രൂപീകരിച്ചിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമ്മേളനത്തിൻ്റെ ഒരു മുദ്രാവാക്യമായിട്ട് എടുത്തിട്ടുള്ളത് കൈകോർക്കാം സുസ്ഥിര വികസനത്തിന് എന്നുള്ളതാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വികസനത്തിന് വേണ്ടി കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ടുള്ള പ്രവർത്തനങ്ങളുള്ള ഒരു സംഘടനയാണ്. അതിൽ തന്നെ പ്രത്യേകമായിട്ട് പ്രാദേശിക വികസനത്തെക്കുറിച്ചും ജനകീയ ആസൂത്രണത്തിലുമൊക്കെ ഇടപെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഒരു സംഘടനയാണ്. അതുകൊണ്ട് പുതിയ ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അത്തരമൊരു ക്യാമ്പയിനൊക്കെ നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഈ ഒരു മുദ്രാവാക്യം ഈ സമ്മേളനത്തിൻ്റെ ഒരു മുദ്രാവാക്യമായിട്ട് എടുത്ത് ചെയ്തിട്ടുള്ളത്. ഈ 63ാമത് ജില്ലാ സമ്മേളനം അതിൻ്റെ ഉദ്ഘാടന സമ്മേളനം ശനിയാഴ്ച ഫെബ്രുവരി 7-ന് കൃത്യം 10 മണിക്ക് ആരംഭിക്കും. ജില്ലാ പ്രസിഡന്റ് ശ്രീ CP സുരേഷ് ബാബുവിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ നിലമ്പൂർ MLA ബഹുമാന്യനായിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. പരിഷത്തിന്റെ 63ാം സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 28, മാർച്ച് 1 തീയതികളിൽ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നടക്കും. ജില്ലാ സമ്മേളനം ശനിയാഴ്ച രാവിലെ 10-ന് നിലമ്പൂർ ചന്തക്കുന്ന് ഗവൺമെന്റ് മോഡൽ LP സ്കൂളിൽ ആര്യാടൻ ഷൗക്കത്ത് MLA ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ അനിൽ സക്കറിയ ആമുഖ പ്രസംഗം നടത്തും. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് CP സുരേഷ് ബാബു അധ്യക്ഷത വഹിക്കും. നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാമ്പ്ര, നിലമ്പൂർ നഗരസഭാ വൈസ് ചെയർമാൻ ഷൗക്കത്ത് അലി കൂമഞ്ചേരി, വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമീന, ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷ്, നിലമ്പൂർ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മുന്താസ് ബാബു, മുസ്തഫ കളത്തുംപടിക്കൽ, കൌൺസിലർമാരായ PM ബഷീർ, K സ്വപ്ന, P സനില, ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് അംഗം P സുഭാഷിണി, സ്വാഗത സംഘം ജനറൽ കൺവീനർ K അരുൺകുമാർ, നിലമ്പൂർ ആയിഷ, PK സൈനബ, EK ഐമു സ്മാരക ട്രസ്റ്റ് ചെയർമാൻ E പത്മാക്ഷൻ, CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി K മോഹനൻ, DFO VP ജയപ്രകാശ്, ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് ജയപ്രകാശ്, പുക്കാസ സംസ്ഥാന സെക്രട്ടറി ബഷീർ ചുങ്കത്ര, ചന്തക്കുന്ന് GM LPS SMC ചെയർമാൻ ഇബ്നു സാദിഖ്, പരിഷത്ത് മേഖലാ സെക്രട്ടറി C ബാലഭാസ്കരൻ തുടങ്ങിയവർ സംസാരിക്കും. തുടർന്ന് പ്രതിനിധി സമ്മേളനം, അനുസ്മരണം, കലാപരിപാടികൾ, സംഘടനാ ചർച്ച എന്നിവ നടക്കും. ഞായറാഴ്ച രാവിലെ 10-ന് സംസ്ഥാന പ്രസിഡന്റ് TK മീരാബായ് സംഘടനാ രേഖ അവതരണം നടത്തും. ഉച്ചയ്ക്ക് 2-ന് ശാസ്ത്ര കേരളം എഡിറ്റർ ഡോക്ടർ VK ബ്രിജേഷ് ഭാവി പ്രവർത്തന രേഖ അവതരിപ്പിക്കും.
ഭാരവാഹി തെരഞ്ഞെടുപ്പ്, സംസ്ഥാന കൌൺസിൽ തെരഞ്ഞെടുപ്പ്, ഇന്റേണൽ ഓഡിറ്റർമാരുടെ തെരഞ്ഞെടുപ്പ്, സംഘടനാ ചർച്ച, കണക്കവതരണം, പുതിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെയും ഭാരവാഹികളെയും പരിചയപ്പെടൽ, സംഘാടക സമിതിയെ പരിചയപ്പെടൽ എന്നിവയും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് CP സുരേഷ് ബാബു, സ്വാഗത സംഘം ജനറൽ കൺവീനർ K അരുൺകുമാർ, കൺവീനർ PS രഘുറാം, ജോയ് P ജോൺ, C ബാലഭാസ്കരൻ, PT രഘുദീപ്, കൃഷ്ണകുമാർ, PM ബിന്ദു എന്നിവർ പങ്കെടുത്തു. 4 തരം പ്രവർത്തനം ഈ പ്രവർത്തന വർഷം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, നമ്മൾക്കറിയാം കുട്ടികളിടയിൽ വല്ലാത്ത രീതിയിലേക്കുള്ള സംഘർഷം രൂപപ്പെട്ടു വരുന്ന കാലമാണ്. അറിഞ്ഞോ അറിയാതെയോ പല കുട്ടികളും അതിൽ പോയിട്ട് ഇൻവോൾവ്ഡ് ആവുന്നുണ്ട്. നമ്മൾ ഒരു മുതിർന്ന സമൂഹം എന്നുള്ളതായിരിക്കും നമ്മളെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കുട്ടികൾ തെറ്റായിട്ടുള്ള രീതിയിലാണോ പോകുന്നത് എന്ന ആശങ്ക ജനിപ്പിക്കും വിധമാണ് കുട്ടികൾ പോകുന്നത്. ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ബോധ്യപ്പെട്ടത് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് പാരൻറ്റിങ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേണ്ടത്ര അറിവില്ലായ്മ. മറ്റൊരു സംഗതി, കുട്ടികൾക്ക് ജീവിത നൈപുണ്യവുമായി ബന്ധപ്പെട്ട് അവർക്ക് സമയാസമയങ്ങളിൽ കൊടുക്കേണ്ട അറിവ്, അവരുടെ ലൈഫ് സ്കിൽ എന്ന് പറയുന്നത് പഠനത്തോടൊപ്പം വെറും കാണാപ്പാഠം അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് തയ്യാറാവൽ എന്നതിനപ്പുറം ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ്റെ പരിമിതി. ഒപ്പം തന്നെ പൊതുസമൂഹവും അധ്യാപകരും കുട്ടികളെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ ജില്ലാ തലത്തിൽ തുടങ്ങി വലിയ തോതിൽ നമുക്ക് സ്വീകാര്യത കിട്ടി മുന്നോട്ട് പോയതാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ പ്രവർത്തനം അരുൺജി സൂചിപ്പിച്ചു, കേരളത്തിലൊട്ടാകെ 145ഓളം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അടുത്ത ഒരു 2 ദശകക്കാലം അപ്പുറം കണ്ടുകൊണ്ട് ഉള്ള വികസനം, അത് ഉൽപ്പാദന മേഖലയിൽ, സേവന മേഖലയിൽ, പശ്ചാത്തല മേഖലയിൽ ഏത് തരത്തിലാവണം. ഈ ഒരു ലക്ഷ്യം സുസ്ഥിര വികസനം എന്ന് പറയുന്ന കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് എത്തരത്തിലാകണം എന്ന് കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ. മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ 11 ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ചില സ്ഥലത്ത് മുനിസിപ്പാലിറ്റികളും രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിലേക്കുള്ള ഒരു ഇടപെടലിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. പൂർണ്ണതയിലേക്ക് എത്തി ഞങ്ങൾക്ക് അവകാശവാദമില്ല എങ്കിൽ പോലും വളരെ സവിശേഷമായിട്ടുള്ള ഒരു പദ്ധതി, ഒരു കുറച്ച് മുന്നോട്ട് കണ്ടുകൊണ്ടുള്ള കാഴ്ചപ്പാട് സമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Charitra Vivag Bridal Collections by Shobika Weddings.